കൂടോത്രം ചെയ്യുന്ന പരിപാടി. അല്ലാഹ്, ഇന്നിപ്പോ ഇഷ്ടം പോലെ സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പാരവണി പല നിലയ്ക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വീടിന്റെ അവിടെ ഒരു കുഴി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തവളക്കുഞ്ഞ്, അതിനകത്ത് വായിക്കാത്ത 2 മുട്ടയും വെച്ചോണ്ട് ചത്ത പല്ലിയൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുക. പിന്നെ ആകെ വെപ്രാളായി, വാഴയ്ക്കകത്ത് നിന്ന് കിട്ടുകയാണ് പല ഐറ്റം, പല തകിടുകൾ, മുടിയിടകൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട്. സിഹർ വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എപ്പോഴും ഓതിയിട്ട് കയ്യിലിങ്ങനെ ഊതണം. ഇഷ്ഫീന ഊതുന്നതിന് അസ്ലുണ്ട്. അല്ലാതെ അഫൂന്ന് ഓതിയാ പല്ല് പറഞ്ഞു പോലിരിക്കുന്നു. ഇഷ്ഫി നടത്തുന്ന നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസ്ലുണ്ട്. അങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ കാലുവരെ തടവി വിടണം. ഫുള്ള് വിരല് വരെ. ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ 5 വക്കത്ത് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ്, ആ മുസല്ലയിൽ എഴുന്നേക്കുന്നതിന് മുമ്പ് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല നശാത്തത്ത്, എപ്പോഴും നല്ലൊരു ഉണർവുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഈ 2 സൂക്തങ്ങളാണ്. സൂറത്തുൽ ഫലഖും നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തങ്ങൾ ഓതുമ്പോ മാഷാ അല്ലാഹ് പ്രവാചകർക്ക് നല്ല ഉന്മേഷം വീണ്ടെടുത്തു എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയപ്പോ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഈ 2 സൂക്തങ്ങൾ, സൂറത്തുൽ ഫലഖ്, നാസ്. അതിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അപ്പൊ ഫാത്തിഹ, മുടങ്ങരുത്. രാവിലെ വൈകിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെ നല്ല റാഹത്ത. പ്രായമൊന്നും ഒരു വിഷയമൊന്നുമില്ല. നല്ല ഒട്ടകാജിയെ പോലെ റാഹത്തായിട്ട് നടക്കാം. ഒരു കുഴപ്പമുണ്ടാവും. നല്ല സെറ്റായിട്ട് നടക്കാം. ആരോഗ്യമൊക്കെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല, അതവന്റെ ഈമാൻ തെറ്റിപ്പോകും. സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റേതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരും. അത് ദുനിയാവിൽ തന്നെ കിട്ടും പണി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അത് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ പിറകെ ഒന്നും നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ മോമിനീങ്ങളാണ്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.